ഇന്നലെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ കുറച്ചുകൂടെ അനുമോൾ നെവിൻ വിഷയം എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ലാലേട്ടൻ വന്നിട്ട് നെവിനെ കൊണ്ട് അനുമോളോട് എന്തിനാണ് ഈ ക്രൂരത എന്ന് ചോദിച്ച് ആ ഒരു കാര്യം നെവിന്റെ മനസ്സിൽ നിന്ന് പറയിപ്പിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എനിക്കും തോന്നി എന്തിനാണ് അനുമോളോട് മാത്രം. അതിന് റീസൺ ഉണ്ട്, അത് പറയാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണുന്നത്, നിങ്ങൾ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ആ ഒരു സീൻ, ആ ഒരു ഫ്രെയിം എടുക്കുകയാണെങ്കിൽ അനുമോള് ബെഡിൽ കിടക്കുന്നു, പുതച്ച് കിടക്കുകയാണ്, ഉറങ്ങുകയല്ല. തൊട്ടപ്പുറത്ത് സാബുമാരും അതേപോലെ ബ്ലാങ്കറ്റിനകത്ത് പുതച്ച് തന്നെയാണ് സാബുമാരും അവിടെ കിടക്കുന്നത്. പക്ഷെ ആരും തന്നെ സാബുമാർ അവിടെ കിടക്കുന്നു എന്ന് നോക്കുന്നില്ല. പക്ഷെ അനുമോള് കിടക്കുന്നത് ആര്യൻ വന്ന് അങ്ങോട്ട് പോയി ബോഡിയിൽ ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അത് ആര്യൻ തന്നെ ആ ഒരു ക്ലിപ്പ് എടുത്ത് ഇന്നലെ കാണിക്കുമ്പോൾ ആര്യൻ തന്നെ അയ്യേന്നാകുന്നുണ്ട്. ഈ ആര്യന്റെ ഒരു സ്വഭാവം, ഒരു രീതി എന്താണെന്നറിയോ? ഈ ക്ലിപ്പ് എടുത്ത് ഇങ്ങനെ കാണിച്ച് ലാലേട്ടൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആര്യൻ പെട്ടെന്ന് പറയുന്നതാണ്, ലാലേട്ടാ ഞാനത് തെറ്റ് എൻ്റെ ഭാഗത്ത് തെറ്റാണ് കേട്ടോ, ഞാനത് തെറ്റിപ്പോയേ, എനിക്കത് പിന്നെ ചിന്തിച്ചപ്പോൾ അത് തെറ്റായിപ്പോയി, സോറി ലാലേട്ടാ, എനിക്ക് തെറ്റായിപ്പോയേ, ഞാൻ തെറ്റാണ് ചെയ്തത്. അപ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഓക്കെ, ആര്യൻ അത് മനസ്സിലാക്കി, ആര്യൻ അത് അക്സെപ്റ്റ് ചെയ്തു, തെറ്റ് അക്സെപ്റ്റ് ചെയ്തു, കഴിഞ്ഞു. എല്ലാ തവണയും ഞാൻ പല ആഴ്ചകളിലും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം തെറ്റില്ലാത്ത ഭാഗത്ത് അല്ലെങ്കിൽ മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലാലേട്ടൻ തനിക്ക് സപ്പോർട്ടാണ് എന്ന് കണ്ടാൽ ആര്യൻ കണ്ടോ അനുമോൾ അങ്ങനെ ചെയ്തു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലാലേട്ടാ എന്ന് ആര്യൻ പറയാറുണ്ട്. അതേപോലത്തെ ഒരു സിറ്റുവേഷനാണ് ആ വെള്ളം ഒഴിച്ച സീനിനകത്ത് ആര്യൻ കാണിച്ചത്. അപ്പം അനുമോളുടെ മുഖത്തേക്ക് കപ്പിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അത് കുടഞ്ഞിടുക മാത്രമല്ല, അത് തിരിച്ച് ആര്യൻ മറ്റേ നെവിന്റെ അടുത്തേക്ക് അനുമോൾ അത് തട്ടിപ്പറിച്ചിടാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത്രയും ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി നെവിൻ അത്രയും അഗ്രസീവായിട്ട് നിൽക്കുകയാണ്. അല്ലെങ്കിൽ അവരുടെ മുന്നിൽ എന്തായാലും നമ്മൾ ആരാണെങ്കിലും ശരി അങ്ങനെ കൊണ്ടുവന്ന് വെള്ളം ഒഴിക്കുമ്പോൾ പെരുമാറുന്ന രീതി, എല്ലാവരും പെരുമാറുന്ന രീതിയിലെ അനുമോളും അവിടെ പെരുമാറിയിട്ടുള്ളൂ. അതിനകത്ത് പ്രത്യേകിച്ച് അതൊരു ന്യായീകരണമൊന്നും അല്ല, അതങ്ങനെ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്കും കയ്യിൽ നിന്ന് ആ കുപ്പിയിലെ വെള്ളം എടുത്ത് തറയിലൊന്നും വീഴാതിരിക്കാൻ തന്നെ ആ ഷർട്ട് പിടിച്ചിട്ടാണ് ദേഹത്തോട്ട് വെള്ളം ഒഴിക്കുന്നത്. പക്ഷേ അത് അവിടെ തീർക്കാമായിരുന്നു. അതായത് അങ്ങോട്ടേക്ക് വെള്ളം ഒഴിച്ചു, കുപ്പിയിൽ വെള്ളം തിരിച്ചൊഴിച്ചു, അത് അവിടെ തീർന്നേനെ.